അങ്ങനെ ഡൽഹിയിൽ നിന്ന് റൂമിലെത്തിയ ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത യാത്ര നമ്മൾ ജയ്പൂരിന് പോവുകയാണ്. നമ്മൾ ബസ്സിലായിരുന്നു, നമ്മളുടെ കൂടെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അവിടുന്ന് ഫുഡ് കഴിച്ച് വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഇറങ്ങി. ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും കൈയൊക്കെ നല്ല തണുപ്പായിരുന്നു. അത് മാത്രമല്ല ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വായിക്കോടൊക്കെ ഏതാണ്ട് ഇങ്ങനെ ആ ഒരു പുകയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത് ഇതാണ്. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്കത്തെ രാത്രിത്തെ ഫുൾ ഫുഡൊന്നും നമുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ അതങ്ങനെ വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തണുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇടന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ അത്തൂൻ്റെ അടുത്ത് വെച്ച് തണുപ്പുണ്ടോയെന്ന് വെച്ചപ്പോൾ അവന് തണുപ്പില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ കഴിച്ച ഹോട്ടലാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പൂരിയും അതേപോലെ കിഴങ്ങ് ബാജിയൊക്കെ ആയിരുന്നു അതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ്, നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ പച്ചമുളക് ഉണ്ടാകും, അതുപോലെ കുക്കുംബർ ഉണ്ടാകും, പിന്നെ ഒനിയൻ മസ്റ്റാണ് കേട്ടോ, അത്രയും ഉണ്ടാവും. പക്ഷെ അവർ കഴിച്ച മുളകിന് അത്ര വലിയ എരിവ് ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷെ മുളകൊന്നും കഴിച്ചില്ല. ആൻഡ് പിന്നെ ഞങ്ങൾ കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടിലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് റീൽസും ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ജയ്പൂരിലേക്കാണ്. അപ്പോൾ ജയ്പൂരിൽ പോയിട്ട് അവിടെ ഹോട്ടലിലായിരിക്കും രാവിലെ ചെന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ജയ്പൂർ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയ ബസ്. നല്ല കംഫർട്ടായിരുന്നു. അതേപോലെ ഇതാണ് നമ്മൾ ചെന്നെത്തിയ ഹോട്ടൽ ജയ്പൂരിലെ. അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ കോട്ടകളുടെ നാടല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ആർക്കിടെക്ചർ, എസ്പെഷ്യലി കസേരയാണെങ്കിലും യൂസ് ചെയ്യുന്ന ബെഡാണെങ്കിലും ഒക്കെ ഒരു പരമ്പരാഗതം അല്ലെങ്കിൽ ഒരു പഴമ നിലനിർത്താനായിട്ട് എല്ലാ ഹോട്ടലും ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നല്ല കംഫർട്ടായിട്ടുള്ള ബെഡായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു ഇത്. എനിക്ക് തോന്നിയത് ഒരു ഹെറിറ്റേജ് ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് നാൾ കൊതിച്ച് ഇരുന്ന രാജസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം ടൂർ എന്നൊന്നും പറയാനില്ല, കാര്യമായിട്ടില്ല. ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു എന്നുള്ളൂ. ടോയ്ലറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രാജസ്ഥാൻ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അവർ മാക്സിമം എല്ലാത്തിലും ക്ലീനിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിരുന്നേ. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിങ് ഒക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പം എനിക്ക് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിലൊക്കെ ഇരുന്ന് വന്നുകൊണ്ട് കുളിച്ച് റെഡിയായി അടിപൊളിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഇതാണ് നമ്മളവിടെ നിന്ന് അന്നത്തെ ഹോട്ടൽ. ആ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ ഒരുപാട് ഇങ്ങനെ പണ്ടത്തെ ആ ഒരു വീരകഥയൊക്കെ, ഒരു സോൾജിയറിനെയും അതേപോലെ ഒരു കുതിരയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല പല പ്രതിമകളും അതേപോലെ ആ ഒരു രാജസ്ഥാനിലെ ആ ഒരു ലുക്ക് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വലിയ മീശയും തലപ്പായും ഒക്കെ തന്നെ രാജസ്ഥാൻ്റെ ആ ഒരു പഴമയെ സൂചിപ്പിക്കുന്നതാണ്. അതൊരു രാജസ്ഥാനി ലേഡീനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സീനറീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജയ്പൂർ വന്ന് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയതൊന്നും ഞാൻ എടുത്തില്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ടീമായിട്ട് ഞങ്ങൾ മൂവ് ഓൺ ചെയ്തു. കണ്ടോ ആ വാതിലേക്കാണ് എന്ത് ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്നത് ജയ്പൂരിലെ ആംബർ ഫോർട്ടാണ്. ആംബർ ഫോർട്ട് എന്നും പറയാറുണ്ട്. അപ്പം ആംബർ ഫോർട്ടിലെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ കണ്ട കാഴ്ചകൾ മുഴുവനും എനിക്ക് എൻ്റെ ഫോണിൽ പകർത്താനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ കൂടി കുറച്ചൊക്കെ കാര്യം ഞാൻ മറന്നു പോകും. അവിടെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ്. എനിക്ക് ഒരുപാട് പോകാൻ ആഗ്രഹിച്ചൊരു പ്ലേസ് തന്നെയായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പല കാര്യങ്ങളും എനിക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഒരുപാട് എൻജോയ് ചെയ്തു. ശരിക്കും ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകളും അതേപോലെ നല്ല നല്ല മെമ്മറീസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പിന്നീട് ഞാൻ ആലോചിക്കും എന്ത് ഭംഗിയായിരുന്നു ആ പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ നോക്കുവാണ് എന്ത് ഭംഗിയായിരുന്നു. എനിക്ക് ഇപ്പം അന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആംബർ ഫോർട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് ആനയോ അല്ലെങ്കിൽ ജീപ്പോ കുതിരയൊക്കെ ഉണ്ട്. ഞങ്ങൾ ജീപ്പാണ്. ഇത് കണ്ട ഞങ്ങളുടെ കൂടെ ഉള്ളവരാട്ടോ മൊത്തം. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവർ ഫ്രണ്ടിൽ പോകുന്ന ഞങ്ങളുടെ ടീമാണ്.
അപ്പോൾ ഈ ഒരു ജീപ്പിൽ കയറി നല്ല കുടുക്കൊക്കെയാണ് കേട്ടോ, കുത്തി മറിഞ്ഞൊക്കെയാണ് പോകുന്നത്. പക്ഷെ ആ ഒരു ജേണി നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ മുകളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വളവുണ്ട്, ആ ഓരോ വളവ് കൂടിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ, അത് ടോപ്പിലായിരിക്കുന്നത്, ഭയങ്കര ടോപ്പിൽ ആംബർ ഫോർട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നടന്നൊന്നും ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജീപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് അവിടെ പാവേനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അങ്ങനെ അതിസാഹസികമായ ഒരു ജീപ്പ് യാത്ര എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം താഴെ നിന്നൊക്കെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുവാണ്. അതേപോലെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആളുകളുണ്ട്. അപ്പം നമ്മൾ ആംബർ ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമായ മ്യൂസിക്, ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണല്ലോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് പ്ലസൻറ്റ് തരുന്ന ഒരു മ്യൂസിക്കായിരുന്നു കേട്ടോ അവരിരുന്ന് വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതാണ് ആംബർ ഫോർട്ട്. രാജസ്ഥാൻ്റെ മെയിൻ സ്ഥലമായ ജയ്പൂരിലെ ആംബർ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും രാജസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത് രജപുത്ര രാജാക്കന്മാരായിരുന്നു. ആ രജപുത്ര രാജാവിലെ മാൻസിംഗ് ഒന്നാമനാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിലെ ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്താണ് അല്ലേ. ഇത് ഈ ഒരു ആർക്കിടെക്ചർ നോക്കിക്കുക, നിങ്ങൾക്ക് താജ്മഹലിൻ്റെ ആ മുഗളന്മാരുടെ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി കഴിഞ്ഞാലും ഇതേപോലൊരു ആർക്കിടെക്ചർ കാണാൻ പറ്റും. ഇതൊക്കെ ഏകദേശം നമ്മുടെ മുഗൾ ഭരണാധികാരികളുടെയൊക്കെ ലൈക്ക് നമ്മളുടെ താജ്മഹലിൻ്റെയൊക്കെ ആ ഒരു സാമ്യം നമുക്ക് തോന്നിക്കുന്നുണ്ട് ആർക്കിടെക്ചർ വൈസ് പറയുവാണെങ്കിൽ. എല്ലാമല്ല, ചിലത് മാത്രം. പിന്നെ ആ കാണുന്നൊരു കോട്ടയാണ്, ഇതിങ്ങനെ വലിയ മലയാണ് കേട്ടോ 4 സൈഡും. അപ്പോൾ അവിടുന്ന് ശത്രുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഭടന്മാരുണ്ടാവും, ആരെങ്കിലും ഇവർ ആക്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അടിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊത്തുപണികളാണ്. ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഒരുപാട് ആളുകൾ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ആ ഒരു ടൈം നമുക്കിവിടെ കയറാനൊക്കെ പറ്റും, ആ ഒരു കാലഘട്ടമാണെങ്കിൽ അല്ലേ. ഇപ്പോൾ കാലം മാറി, എല്ലാം മാറി. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചറിൽ ഇതും നോക്കിക്കഴിഞ്ഞാൽ ഇത് മിറർ പാലസ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇവർ വരച്ചും, അതേപോലെ എത്ര നാളുകൾ കൊണ്ട് നിന്നായിരിക്കും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർക്കിടെക്ചർ വൈസ് നമുക്ക് മുഗളന്മാരുമായിട്ടൊരു സാമ്യമൊക്കെ തരുന്നുണ്ട്. അതേപോലെ മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ചക്രവർത്തി, നിങ്ങൾക്കറിയാം, അക്ബർ ചക്രവർത്തി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് രജപുത്ത് ഒരു സ്ത്രീയായിരുന്നു. ആരാന്നറിയാവോ? ജോധാബായിനിയാണ് കേട്ടോ. പോട്ടെ, നമ്മുടെ ഹിസ്റ്ററിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് കൊട്ടാരമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ അവിടെ കണ്ടതും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ, അവരുടെ ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുറ്റി വന്നപ്പോഴാണ് ഇതാണ്ട് ഈ ഒരു സാധനം കണ്ടത്. അങ്ങനെ മോൻ അതിനകത്ത് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ കൊണ്ട് ഞങ്ങൾ താണ്ടേ അതിനകത്ത് കയറ്റിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ സേഫ്റ്റിയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കൊട്ടാരം എന്താണ്ടേ രാജാവിന് തൻ്റെ പ്രിയപ്പെട്ട പത്നിമാർക്ക് വേണ്ടി ഉള്ളത് കൂടിയായിരുന്നു. ഇതിൽ രാജാവിന് 10-18 ഭാര്യമാരുണ്ടായിരുന്നതാണ് അറിയാൻ സാധിച്ചത്. അതിലിത് ആദ്യ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത റൂമാണ്. ഭയങ്കര വലിയ റൂമാണ്. തോഴിമാരൊക്കെ ഉണ്ടാകും. ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും ഒരുപാട് നിരവധി തോഴിമാരുണ്ടാവും കേട്ടോ. ആ തോഴിമാരാണ് രാജ്ഞികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുള്ളത്. ഇനി ഇതിൽ എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയൊരു കാര്യം, 18 ഭാര്യമാരുള്ള ഈ രാജാവിന് എല്ലാ രാജ്ഞിമാരും രാത്രി ഇങ്ങനെ ഒരുങ്ങിയിരിക്കും. ഒരു രാജ്ഞിമാർ നല്ല പത്നിമാർ. അപ്പോൾ അവർ ഒരുങ്ങിയിരിക്കുമ്പോൾ ആരുടെ അടുത്താണ് രാജാവ് ചെല്ലുന്നതെന്ന് അറിയത്തില്ല. ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ രാജാവിന് മന്ത്രിക്ക് മാത്രമേ അത് അറിയൂ എന്നാണ് പറയുന്നത്. രാജാവ് ചെല്ലും. അപ്പോൾ ഏത് ഭാര്യയുടെ കൂടെ ആയിരിക്കും എന്നുള്ളത് ആർക്കും പരസ്പരം അറിയാനും സാധിക്കില്ല. ഇപ്പം നമ്മൾ കണ്ടത് ഇവർ വിൻ്റർ പാലസാണ്. അതായത് തണുപ്പുള്ള ടൈമിൽ ഇവർ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ചൂടുള്ള സമയത്ത് ഇവർ കൊട്ടാരം മാറും. അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ആ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ കൊട്ടാരത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് മാർക്കറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ നടന്ന് നീച്ചെന്നപ്പം ഒരു ഒട്ടകത്തെ കണ്ടിട്ട്, ആദ്യമായിട്ട് ഒട്ടകത്തെ കണ്ട കൗതുകത്തിൽ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തു. അതേപോലെ ഒരുപാട് രാജസ്ഥാനി ബാംഗിൾസും സെറ്റ്, കമ്മൽ, മാല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. കളർഫുള്ളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞ നമ്മളുടെ ജൽ മഹൽ എന്ന് പറയും, മൊത്തം ജലത്തിന് നടുക്കായിട്ടുള്ള കൊട്ടാരമാണ്. ഈ ഒരു കൊട്ടാരം ഞാൻ പറഞ്ഞല്ലോ, അവരവിടെ ചൂട് കൂടുന്ന സമയത്ത് രാജാവും തൻ്റെ ഭാര്യമാരും കൂടിയിട്ട് ഇവിടെ വന്നിട്ടാണ് താമസിക്കുന്നത്. ജൽമഹൽ രാത്രി കാണാനാണ് അതിമനോഹരമായിട്ടുള്ളത്.
പകൽ കാണുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല, രാത്രി അത് മനോഹരമാണ്. ആ ജൽമഹലിന് ചുറ്റുമുള്ള ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കണ്ടോ. അവിടെ വണ്ടി, അതുപോലെ ഇതാണ് രാജസ്ഥാൻ, എന്ത് ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഒരു MBA ചായ്വാല എന്ന് പറഞ്ഞ ഒരു കടയിലാണ് കയറിയത്. എനിക്ക് തോന്നുന്നു കുട്ടി MBA കണ്ട് പഠിച്ചിട്ട് സ്വന്തം ബിസിനസ് ഇട്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാൻ MBA ആയിട്ടും ചായ്വാല എന്നുള്ള ഒരു പേരിട്ടത്. അവിടുത്തെ ആ ഒരു ഇൻറ്റീരിയർ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ടീമാണ് കേട്ടോ. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പാണ് അവരെല്ലാവരും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് എന്താണ്ടൊരു യെല്ലോ ബ്ലാക്ക്, റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അവിടെ ആ ഒരു ഇൻറ്റീരിയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ ഉണ്ടാക്കി തരുള്ളൂ, ചൂടോടെ ഉണ്ടാക്കി തരുള്ളൂ. കാരണം ഡിസംബറാണ്, നല്ല തണുപ്പാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി, കിടന്നുറങ്ങി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.